ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 21, 2024 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഇന്ന് നടന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു ഫുട്ബോൾ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൺ വില്ലയോട് 1-2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. പ്രീമിയർ ലീഗിലായിരുന്നു മത്സരം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ കഴിഞ്ഞ 10-20 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അവസാനം കളിച്ച 12 മത്സരങ്ങളിൽ ഒരേ ഒരു മത്സരം മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ നിലവിലുള്ള ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവർ ലോകത്തിൽ 1-ാം നമ്പർ ക്ലബ്ബൊക്കെ ആയിരുന്നു. ഏതായാലും ഇപ്പോൾ അവർ ഇങ്ങനെ താഴോട്ടുള്ള ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ആദ്യ പകുതിയിൽ ആസ്റ്റൺ വില്ല ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ വീണ്ടും ഒരു ഗോൾ അടിച്ചു. കളിയുടെ അന്ത്യനിമിഷങ്ങളിൽ ഫിൽ ഫോഡൻ സിറ്റിക്ക് വേണ്ടി ഒരു ഗോൾ തിരിച്ചടിച്ചു. പെപ് ഗാർഡിയോളയുടെ കളി ഒന്നും ഇപ്പോൾ അങ്ങനെ ഏൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. മറ്റൊരു മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് എതിരില്ലാത്ത 4 ഗോളുകൾക്ക് വിജയിച്ചു. പിന്നെ പറയാനുള്ളത്, നമുക്കറിയാം, സന്തോഷ് ട്രോഫിയെ കുറിച്ചാണ്. നമുക്കറിയാം, കേരളം ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്ന് മത്സരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം മറ്റേ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. വെസ്റ്റ് ബംഗാളും മണിപ്പൂരും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. അതേസമയം നിലവിലുള്ള ചാമ്പ്യന്മാരായ സർവീസസ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് രാജസ്ഥാനെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ജമ്മു കാശ്മീർ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തെലങ്കാനയെ പരാജയപ്പെടുത്തി. അപ്പോൾ ആ ഗ്രൂപ്പിൽ ബംഗാൾ 1-ാം സ്ഥാനത്തും സർവീസസ് 2-ാം സ്ഥാനത്തും മണിപ്പൂർ 3-ാം സ്ഥാനത്തുമാണ്. ഈ 3 ടീമുകളും ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4 മത്സരങ്ങളാണ് ആ ഗ്രൂപ്പിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ നാളെയാണ് 4-ാം റൗണ്ട് മത്സരങ്ങൾ. നമുക്കറിയാം, കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ കേരളം ആണ് നിലവിൽ 1-ാം സ്ഥാനത്തുള്ളത്. നാളെ നടക്കുന്ന മത്സരം ഡൽഹിയുമായിട്ടാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ മത്സരം വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ നേരത്തെ പറഞ്ഞ ബംഗാളിനെയോ മണിപ്പൂരിനെയോ സർവീസസിനെയൊക്കെ നേരിടേണ്ടി വന്നേക്കാം. മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, നമുക്കറിയാം, ISLനെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ എതിരില്ലാത്ത 1 ഗോളിന് ജാംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ മുംബൈ സിറ്റി 1 ഗോളിന് ചെന്നൈയിൻ FCയെ പരാജയപ്പെടുത്തി. മുംബൈ സിറ്റി ഇപ്പോൾ 4-ാം സ്ഥാനത്താണ്. ഈസ്റ്റ് ബംഗാൾ ഇന്നത്തെ വിജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് 10-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് ലാലിഗയിലാണ്. ബാർസലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലാണ് മത്സരം. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30-ക്കാണ് മത്സരം നടക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് ലാലിഗയിലെ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് കയറാൻ കഴിയും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഫുട്ബോൾ അപ്ഡേറ്റിൽ പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് വരുന്നത്. നമസ്കാരം. താങ്ക് യു.